ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനുണ്ടല്ലോ ഈ ഒരു സംഭവം മുറിച്ച്, അതായത് വെട്ടിക്കളയണമെന്ന് കരുതി വിട്ടിരുന്നതാണ്. അതായത് മഴയൊക്കെ വരുമ്പോൾ, ഇപ്പം വെയിലല്ലേ, വെയിലത്തത് മുറിച്ച് കളയണം. എന്നിട്ട് അപ്പോൾ നല്ല വലിയ കായ കിട്ടുമെന്ന് വിചാരിച്ച് നിർത്തിയിരുന്നതാണ്. താണ്ട ഇന്ന് വന്ന് ഞാൻ നോക്കിയപ്പോൾ മുറിക്കാൻ കരുതി കത്താളും കൊണ്ട് വന്ന് നന്നതാണേ. താണ്ട ഇത്രയും ഒരു കമ്പേ ഉള്ളൂ കേട്ടോ, ഈ ഒരു വണ്ണമുള്ളൊരു കമ്പും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് മുറിച്ച് കളയാമെന്ന് കരുതി വന്നപ്പോഴേക്കും ഇതിനകത്ത് കുനുകുനാന്ന് താണ്ട കായ്ച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്കിതൊരു കളയാനും, അതായത് വെട്ടിക്കളയാനും തോന്നുന്നില്ല. ചെറിയ കായാണേ, അപ്പോൾ വെട്ടിക്കളയാനും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് നമുക്കിത് പഴുപ്പിച്ചെടുത്തിട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ. ഇത് മുറിച്ച് കളയാമെന്ന് വിചാരിച്ച് മുറിച്ച് കളയുമ്പോഴേക്കും നല്ല നല്ല വലിയ കായും നല്ല ഇലകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുന്നില്ലേ ഇങ്ങനെ. ഇതിപ്പോൾ നോക്കേ, ഇങ്ങനെ കുറച്ച് ഭാഗം ഇലയുണ്ട്, കുറച്ച് ഭാഗം ഇലയില്ല, അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെട്ടിക്കളഞ്ഞിട്ട് ഇവിടേക്ക് വെച്ച് മുറിക്കുവാണെങ്കിലേ, നല്ല ഇവിടെയൊക്കെ ഈ മൂട് വെച്ച് മുറിച്ച് കളയുവാണെങ്കിൽ നല്ല ശിഖരങ്ങളിൽ നല്ല വലിയ കായ കിട്ടും, പഴം കിട്ടും. അപ്പം അങ്ങനെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴേക്കും നാണ്ട ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും കുനുകുനാന്നുണ്ടോ, നല്ല ഭംഗിക്ക് കുനുകുനാന്ന് കാഴ്ചയിരിക്കാനുണ്ടാവും. അപ്പം പിന്നെ ഇനി ഇത് വെട്ടിക്കളയാനും മനസ്സ് വരുന്നില്ല. എന്തായാലും ഇനി വെട്ടിക്കളയുന്നില്ല. ഇതൊന്ന് പിള്ളേർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ ഒരു കായ കാണുമ്പം എനിക്കൊരു അനുഭവം ഉണ്ടായേ. ഒരു ദിവസം അവിടെ വീട്ടിൽ അപ്പു ഇതെടുത്ത് ഒരു കഴിച്ചായിരുന്നു. അപ്പോഴേക്കും ഞാൻ സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ വിളിച്ചിട്ട് വന്നപ്പോൾ മോൻ ഓടി വന്ന് ഈ ഒരു കായ എടുത്ത് കഴിച്ചു. പക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നു. അപ്പോഴേക്കും വീട്ടിൻ്റെ വാതിൽ കൊണ്ട് കാൽഭാഗം മുറിയുകയും ചെയ്തു. അപ്പം വിചാരിച്ചു 2 സ്റ്റിച്ചിനുള്ളതുണ്ട്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കരുതി വന്നപ്പോഴേക്കും ഈ ബ്ലഡൊക്കെ ഛർദ്ദിച്ചിട്ട് എന്നിട്ടും അവൻ പറയുന്നില്ല, അമ്മ ഞാൻ ഈ ഒരു സംഭവം കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ മോള് പറഞ്ഞു, അമ്മ ഈ ഒരു സംഭവം അപ്പുമോൻ എടുത്ത് കഴിച്ചെന്ന്. അപ്പോഴാണ് മനസ്സിലായത്. നോക്കിയപ്പോൾ ഇതിൻ്റെ തരിതരിപ്പായിരുന്നു ചുമന്ന് ഛർദ്ദിച്ചിട്ടത് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്കതൊരു ഒരു ഓർമ്മ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. കണ്ടേ, പക്ഷേ ഇത് മുറിച്ച് കളയാമെന്ന് കരുതിയത്. ഇനിയിപ്പോൾ എങ്ങനെ കളയുന്നല്ലേ, നല്ല ഭംഗിക്ക് നിറച്ച് കായ്ച്ച് നിൽക്കുന്നു. ഇപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെട്ടി കളയുന്നില്ല, കാരണം ഇതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമെങ്കിൽ എന്തോരം ദിവസം എടുക്കുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് വെട്ടിക്കളയുന്നില്ലെന്നുണ്ടോ, കുനുകുനാന്ന് കാച്ചിരിക്കുകയാണ്. അത് ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് നിറച്ച്. എന്തായാലും വെട്ടിക്കളയുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും ഇതൊന്ന് കായ്ച്ച്, എന്നാലും പഴുത്തൊക്കെ എങ്ങനെയുണ്ടോ നിൽപ്പുണ്ടായിരുന്നേ, പഴുത്ത് തുടങ്ങിയില്ല കണ്ടോ. ഒരു കായ പഴുത്ത് നിൽക്കുന്നു കണ്ടോ. ഇങ്ങനെയാണ് അറ്റത്ത് വന്ന്, നല്ല പഴുത്തില്ല കേട്ടോ, ചുമന്ന് വന്ന് തുടങ്ങിയുള്ളൂ. അറ്റത്ത് വന്നിട്ട് നമുക്കിത് അടത്തിയെടുക്കാം, അന്നമ്മയ്ക്ക് കൊടുക്കാം. അറ്റത്ത് വന്ന് ഇതണക്ക് ഇതുപോലെ ഇലകളാണ്, എല്ലാത്തിൻ്റെ അറ്റം അങ്ങനെ. പക്ഷെ മുറിച്ചിടുവാണെങ്കിൽ നല്ല ഇലകളും നല്ല കണ്ടോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, കുനുകുന് കണ്ടോ, കുനുകുനാന്ന് കാഴ്ച കിടക്കുന്നുണ്ടോ. നല്ല ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി ഇത് പഴുപ്പിച്ചെടുക്കട്ടെ. കണ്ടോ, നമ്മുടെ കറ്റാർ വാഴ ഇവിടെ ഇരിക്കുകയാണേ. കറ്റാർ വാഴ എല്ലാം കാട് പോലെ ഇതിനി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കാര്യം പാടാത്. ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ കൊടുക്കാൻ, എല്ലാം ചെടിച്ചട്ടിയിലാണ് ഇരിക്കണേ, എല്ലാം അഴുകി തുടങ്ങുന്നുണ്ടോ. ഇതെന്തായാലും ഇനി ആർക്കെങ്കിലും കൊടുക്കുകയോ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ചെമ്പരത്തി ഇപ്പുണ്ട്. ചെമ്പരത്തി നല്ല അടുക്ക് ചെമ്പരത്തിയാണേ, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ക്യാമറയിൽ നല്ല രസമുണ്ട് കണ്ടേ. പിന്നെ ഒരു സപ്പോട്ട നിൽപ്പുണ്ട്. ഈ ഒരു സപ്പോട്ടയ്ക്കകത്ത് ഒരു കായ പോലും നമ്മൾ അടത്തി തിന്നിട്ടില്ലെന്നാണ് വാസ്തവം. കണ്ടോ സപ്പോട്ട. പിന്നെ കുറേ ചെടികളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ വഴിയേ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ.